ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പൊതുവായിട്ട് ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ചേച്ചി എങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്നത് എന്നുള്ളത്. എല്ലാ ബാങ്കും നമുക്ക് ആഡ് ചെയ്യാനായിട്ട് കഴിയുമോ? പിന്നെ നാഷണലൈസ്ഡ് ബാങ്ക് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയുള്ളൂ? ഇനി മറ്റൊരു ഡൗട്ട് എന്ന് പറയുന്നത്, എൻ്റെ പേരിലാണ് യൂട്യൂബ് ചാനലുള്ളത്, അതുകൊണ്ട് നമുക്ക് മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ കഴിയുമോ? അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ചാനലിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ? അങ്ങനെയുള്ള ഒത്തിരി ഡൗട്ടാണ് എനിക്ക് കമൻറ്റ് ബോക്സിലൂടെയും എൻ്റെ പേഴ്സണലായിട്ടുള്ള മെസ്സേജിലൂടെയും വന്നത്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് അതിനെപ്പറ്റിയുള്ള ഒരു കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റാരുടെയും സഹായം ഇല്ലാതെ സ്വയം നമുക്ക് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും നിങ്ങളുടെ സജഷൻസും ഡൗട്ട്സും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അതുപോലെ പുതിയ ക്രിയേറ്റേഴ്സിന് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്ത ആൾക്കാർ ആ വീഡിയോസൊക്കെ കയറി കണ്ട് നിങ്ങളുടെ ചാനലിലും ആ മാറ്റങ്ങളൊക്കെ വരുത്തി ചാനൽ റീച്ചാക്കി എടുക്കാൻ ശ്രമിക്കുക. നമുക്ക് ഏതൊക്കെ ബാങ്കുകളാണ് ആഡ് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ ഏത് ബാങ്ക് ആഡ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആവുക എന്ന് പറയാം. ഞാൻ SBI ബാങ്കാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് SBI ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ SBI ബാങ്ക് ആഡ് ചെയ്യാം. ഇനി അതല്ല HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ICICI ബാങ്ക്, ഇങ്ങനെയുള്ള നാഷണലൈസ്ഡ് ബാങ്കുകളാണെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. കാരണം നമുക്ക് ഭാവിയിൽ പൈസ കിട്ടുന്ന സമയത്ത് നമുക്ക് ഡോളർ ആയിട്ടാണ് ലഭിക്കുന്നത്. അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇന്ത്യൻ റുപ്പിയിലാണ് ക്രെഡിറ്റ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സമയത്ത് ബാങ്കിൻ്റെ ഒരു സ്വിഫ്റ്റ് കോഡ് ആഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ നാഷണലൈസ്ഡ് ബാങ്കുകൾ ആഡ് ചെയ്യണമെന്ന് പറയുന്നത്. കുറച്ച് പേർ എന്നോട് ചോദിക്കുന്നത്, ചേച്ചി എൻ്റെ വീടിനടുത്തുള്ള സഹകരണ ബാങ്കിൽ എനിക്ക് അക്കൗണ്ട് ഉണ്ട്, ആ അക്കൗണ്ട് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയുമോ എന്നതാണ്. അവരോട് ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നു, നമുക്ക് ഭാവിയിൽ പൈസ ലഭിക്കുന്ന സമയത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു സ്വിഫ്റ്റ് കോഡ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് നാഷണലൈസ്ഡ് ബാങ്കുകൾക്ക് മാത്രമേ ആ ഒരു സ്വിഫ്റ്റ് കോഡ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നു, ഇങ്ങനെ നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് നാഷണലൈസ്ഡ് ബാങ്കുകൾ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി മറ്റൊരു ഡൗട്ട് എന്ന് പറയുന്നത്, എൻ്റെ പേരിലാണ് യൂട്യൂബ് ചാനൽ ഉള്ളത്, ഇനി മറ്റാരുടെയെങ്കിലും ബാങ്ക് അക്കൗണ്ട് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ്. നമുക്ക് വിശ്വാസമുള്ള ആരുടെ വേണമെങ്കിലും ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാം. ഇനി അച്ഛൻ്റെയോ അമ്മയോടോ ഹസ്ബൻഡെയോ ആരുടെ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. പക്ഷെ നമുക്ക് അത്രയും വിശ്വാസം ഉള്ള ഒരാളുടെ ബാങ്ക് അക്കൗണ്ട് മാത്രമേ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാവൂ. ഇനി ഇത് എവിടെയാണ് ആഡ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്നും നോക്കാം. നമുക്കിത് ആഡ്സെൻസ് അക്കൗണ്ടിലാണ് ആഡ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് മോണിറ്റൈസ്ഡ് ആയ ചാനലിന് ഒരു ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും, എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടില്ലല്ലോ, അപ്പോൾ എനിക്കിതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലല്ലോ എന്നുള്ള കാര്യം. പക്ഷേ അങ്ങനെയല്ല. ക്രിയേറ്റർ എന്നുള്ള നിലയിൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം നമ്മൾക്ക് ഭാവിയിൽ ക്യാഷ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സമയമാകുമ്പോൾ ആരുടെ ഹെൽപ്പ് ഇല്ലാതെ ഒരു സംശയവും കൂടാതെ തന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനായിട്ട് കഴിയും. ഇനി ഇത് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ എൻ്റെ കൂടെ സൈഡ് സ്ക്രീനിലൂടെ ഇതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽഡ് കാണിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സെർച്ച് ബാറിൽ ഗൂഗിൾ ആഡ്സെൻസ് ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഇവിടെ മറ്റൊരു പേജിൽ സൈൻ ഇൻ എന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആഡ്സെൻസ് അക്കൗണ്ട് ലോഗിൻ ആയിട്ട് വരും. നിങ്ങൾ ഒന്നിൽ കൂടുതൽ മെയിൽ ID യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഏത് മെയിൽ IDയിൽ നിന്നാണോ നിങ്ങളുടെ ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത് ആ മെയിൽ IDയിൽ നിന്ന് തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ ആഡ്സെൻസ് അക്കൗണ്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിൽ ഒരു 3 ബാർ കാണാനായിട്ട് കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇനി കുറച്ച് ഓപ്ഷൻസ് അവിടെ ഓപ്പൺ ആയിട്ട് വരും. അതിൽ പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. താഴെയായിട്ട് പേയ്മെൻറ്റ് ഇൻഫോ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മറ്റൊരു പേജിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര ഡോളർ ക്രെഡിറ്റ് ആയി എന്ന് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു പേജിൽ നമുക്ക് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ്, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ നമുക്ക് കൊടുക്കേണ്ടത് അതെല്ലാം ഇവിടെ കാണാനായിട്ട് കഴിയും. അത് ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് വായിച്ചു പറഞ്ഞു തരാം. അതിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് ബെനിഫിഷ്യറി ID, രണ്ടാമത്തത് നെയിം ഓഫ് ബാങ്ക് അക്കൗണ്ട്, നെയിം ഓൺ ബാങ്ക് അക്കൗണ്ട്, മൂന്നാമത്തത് ബാങ്ക് നെയിം, IFSC കോഡ്, സ്വിഫ്റ്റ് BSC,
അക്കൗണ്ട് നമ്പർ, റീടൈപ്പ് അക്കൗണ്ട് നമ്പർ, ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് ആ ഒരു പേജിൽ കാണാനായിട്ട് കഴിയുന്നത്. ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. ഓട്ടോമാറ്റിക്കായി നമ്മൾ കറക്റ്റ് ആണ് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ സബ്മിറ്റ് ആയിക്കോളും. ബാക്ക് വന്ന് നിങ്ങൾ ആദ്യം ബാങ്കിന്റെ ഫോട്ടോ കണ്ട പേജിൽ വീണ്ടും ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ ലാസ്റ്റ് 3 ഡിജിറ്റ് അവിടെ കാണാനായി കഴിയും. ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് എങ്കിൽ സക്സസ്ഫുൾ ആയി അപ്ലോഡ് ആയിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. എനിക്കിവിടെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പഴയ പ്രൊസീജിയർ തന്നെയാണ്. ലോഗിൻ ചെയ്തതിന് ശേഷം ആ പ്രൊസീജിയർ എല്ലാം ചെയ്തുകൊണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്തത് എഡിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. മാക്സിമം നിങ്ങൾ അങ്ങനെ ചെയ്യാതെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമുക്ക് അത്രയും വിശ്വാസമുള്ള ഒരാളുടെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ള കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മതി. മാക്സിമം എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കും. അതുപോലെ നമ്മുടെ മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയവർക്ക് മോണിറ്റൈസേഷൻ മുതൽ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് എത്തുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.